MCQ, MCQ, MCQ. I don't like MCQ, but MCQ likes me. എടാ നമ്മുടെ എക്സാമിൽ നിങ്ങൾക്കറിയാം അബൌട്ട് 20 മാർക്സിന് നമ്മളോട് ചോദിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതും മാത്സിൽ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരുപാട് ടൈം എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് MCQs ആണ് നിങ്ങൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു 20 MCQs കിട്ടുന്നുണ്ടാവും. സോ ഈ MCQ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാൾക്ക് ഈ MCQ സോൾവ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് ആൾ ചിലപ്പോൾ ഒരു 5 മാർക്കിന് എടുക്കുന്ന ക്വസ്റ്റ്യൻ അതേ ടൈം തന്നെ എന്തിനെടുക്കും, ഈ MCQ ചെയ്യാനെടുക്കും. സോ ഈ MCQ ചെയ്യുക അല്ലെങ്കിൽ MCQ എങ്ങനെ ചെയ്യും എന്നുള്ളത് കംപ്ലീറ്റ്ലി ഓൺ പ്രാക്ടീസ് ആണ്. സോ ഇതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് 14 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് വിത്ത് കൺസെപ്റ്റ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിലെ MCQs, മാത്സിൻ്റെ MCQs എന്ന് പറയുമ്പം ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വളരെ കീൻ ഒബ്സർവേഷനോട് കൂടി സോൾവ് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളെങ്ങനെ കറക്റ്റായിട്ട് സോൾവ് ചെയ്യും എന്നുള്ളതിന് നിങ്ങൾക്കിതാ എജുപോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇത്രയും MCQs തന്ന് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ത്രൂ അവർ ആപ്ലിക്കേഷൻ. എടാ നമ്മളുടെ ആപ്പ് വഴിയായിരിക്കും. നിങ്ങൾ വെബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും സെർച്ച് ചെയ്ത് കഴിയുമ്പം എജുപോർട്ട് ആപ്പ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ചില കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എജുപോർട്ട് ആപ്പ് CBSE എന്ന് കാണുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന SSLC +1 +2 എന്നൊക്കെ നമ്മളെല്ലാ കോഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒരു OTP വരും. OTP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതുപോലൊരു ലോഗിൻ പേജാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാണാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് 10 CBSE സെലക്ട് ചെയ്യുക. ക്ലാസ് 10 CBSE സെലക്ട് ചെയ്യുമ്പം ഏറ്റവും ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് MCQs എന്ന് കാണാൻ പറ്റും. ആ MCQs നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 14 ചാപ്റ്റേഴ്സിലെയും ഒരു ചാപ്റ്ററിൽ മിനിമം ഒരു 30 MCQs വെച്ചിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ എക്സാം എഴുതുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് വിത്ത് ദാറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററിലെയും MCQs പടാന്ന് സോൾവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. എടാ ഐ അഷ്യൂർ യു, ഇതേപോലെ നിങ്ങൾ അടിപൊളിയായിട്ട് എല്ലാ MCQസും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻസ് ഒരാൾക്കും ഒരു മാർക്ക് പോലും എന്ത് ചെയ്യില്ല, മിസ്സാവാൻ പോകുന്നില്ല. സോ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു MCQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മളുടെ ആപ്പ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 14 ചാപ്റ്റേഴ്സിൻ്റെയും MCQs സോൾവ് ചെയ്ത് പഠിക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എവിടെയൊക്കെയോ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചില MCQസിന് മാത്രം ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കുന്ന ഒരു MCQസും എന്ത് ചെയ്യില്ല, എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. സോ ഓരോ MCQസും സോൾവ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ട്രിക്ക് ഉണ്ടാകും. അതായത് ചില MCQs ചില പാറ്റേൺസ് ഉണ്ടാകും. അപ്പോൾ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓരോ MCQസും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ടിക്ക് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടും, അതും ഞങ്ങൾ തരും, ഡോണ്ട് വറി. എടാ നമ്മൾ അതായത് മാർച്ച് 8 മാർച്ചിന് കേട്ടോ, 8 മാർച്ചിന് ഇന്നിപ്പം നമുക്ക് ലൈവ് ഒന്നുമില്ല. ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇന്നിപ്പം നമ്മുടെ ആപ്പിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലൈവ് ഒന്നുമില്ല. നാളെ 8 മാർച്ചിന് നിങ്ങൾക്ക് എന്തുണ്ടാകും, 9 മണിക്ക് രാവിലെ കൃത്യം 9 AM നമ്മൾ എന്തിന് വരുന്നുണ്ട്, യെസ് MCQ സോൾവിങ്ങിൻ്റെ ലൈവ് വരുന്നുണ്ടാ. അത് വരെ അജാസ് സർ കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കൊരു ചാപ്റ്ററിൽ നിന്ന് വളരെ അതായത് ഇതുപോലത്തെ ട്രിക്ക് യൂസ് ചെയ്യേണ്ട MCQs സെലക്ട് ചെയ്തിട്ട് ആ MCQസിനെ എങ്ങനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു തരാനായിട്ട് അജാസ് സർ ലൈവായിട്ട് വരുന്നുണ്ട് at 9 AM on 8 മാർച്ച്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ, ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും. നേരെ പോവുക, ലിങ്ക് ലൈക്ക് ചെയ്ത് വെക്കുക, നോട്ടിഫൈ ചെയ്തിട്ട് വെക്കുക. മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്കെല്ലാം ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ് ദിസ് ഇസ് ഫസ്റ്റ് ടൈം. അതായത് നിങ്ങളെ എല്ലാ രീതിയിലും സെറ്റാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഇത്രയും കാലം നമ്മളൊരു 26ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലെ വരെ നമ്മൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 18 മണിക്കൂറോളാണ് അജാസ് സർ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ മക്കളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാത്സിൽ നിങ്ങൾക്കൊരു 95+ വാങ്ങിച്ചു തരാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം കേട്ടോ. സോ
ഇത് ഞങ്ങൾ പാലിച്ചിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് തന്ന വാക്കായിരുന്നു ആൻഡ് അത് നമ്മൾ പാലിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് നമ്മുടെ ആപ്പ് ഇസ് കംപ്ലീറ്റ്ലി സെറ്റ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നേരെ ഡൗൺലോഡ് ചെയ്തോ, നേരെ MCQ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോ. പക്ഷെ ടെൻഷൻ അടിക്കണ്ട, MCQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നേരെ 8th മാർച്ചിന് രാവിലെ 9 മണിക്ക് അജാസ് സർ ലൈവിൽ കാണാം. സോ ടാറ്റ.